ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ വിശദീകരണവുമായി MS സൊല്യൂഷൻസ് യൂട്യൂബ് ചാനൽ. കേസ് അന്വേഷണവുമായി സഹകരിക്കുമെന്ന് MS സൊല്യൂഷൻസ് CEO ഷുഹൈബ് പറയുന്നു. ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളാണെന്നും തന്റെ യൂട്യൂബ് ചാനൽ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നുമാണ് വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് DGPക്ക് പരാതി നൽകിയതിനെ തുടർന്നാണ് ഈ ആരോപണ വിധേയമായിട്ടുള്ള MS സൊല്യൂഷൻ എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ രംഗത്തെത്തിയിട്ടുള്ളത്. ഈ അന്വേഷണവുമായി സഹകരിക്കും എന്നൊരു കാര്യമാണ് MS സൊല്യൂഷൻ യൂട്യൂബ് ചാനലിന്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് വ്യക്തമാക്കിയത്. അവരുടെ തന്നെ യൂട്യൂബ് ചാനൽ കൂടിയായിരുന്നു ഇദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഏകദേശം 15 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന വീഡിയോയിൽ MS സൊല്യൂഷൻ കാലങ്ങളായി വളർന്നു വന്നത് എങ്ങനെയാണ് എന്നും അതിൽ പിളറിവുണ്ട അല്ലെങ്കിൽ അത് അസൂയവുണ്ട മറ്റു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ പകപോക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ആരോപണം നേരിടേണ്ടി വന്നതെന്നും ഇത്തരത്തിലുള്ള ആരോപണം നേരിടേണ്ടി വരുമെന്ന് നേരത്തെ തന്നെ താനുമായി അടുപ്പമുള്ള ആളുകളൊക്കെ പറഞ്ഞിരുന്നു എന്നും ഈ യൂട്യൂബ് ചാനലിൽ, അതായത് വിശദീകരണം നൽകിക്കൊണ്ടുള്ള യൂട്യൂബ് ചാനലിൽ ഷുഹൈബ് വ്യക്തമാക്കുന്നുണ്ട്. ഏത് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്, പിന്നിൽ മറ്റ് ലേണിംഗ് പ്ലാറ്റ്ഫോമുകളാണ്, അന്വേഷണവുമായിട്ട് സഹകരിക്കുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല, ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചതാണ്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള ആരോപണം വന്ന സമയത്ത് മലപ്പുറം പോലീസ് സ്റ്റേഷനൊക്കെ പോവുകയും അവിടെ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നൊരു കാര്യം വിശദീകരിക്കുന്നുണ്ട് ഷുഹൈബ് ഈ യൂട്യൂബ് ചാനൽ കൂടി. ഇവര് ഈ കളങ്കിതരാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ട ഒരു യൂട്യൂബ് ചാനലിൽ ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ ഇവർ പറഞ്ഞ 90% വരുന്ന ചോദ്യങ്ങളും പിറ്റേ ദിവസം വന്നിട്ടുള്ള പരീക്ഷയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവരെ ആരോപണ വിധേയമാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുപോലെ മറ്റൊരു യൂട്യൂബ് ചാനലും കൂടി ഈ രീതിയിൽ സമാനമായ രീതിയിൽ പുറത്തുവിട്ട ചോദ്യങ്ങളുടെ 90% പിറ്റേ ദിവസത്തെ പരീക്ഷയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സ്വകാര്യ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി നഷ്ടപ്പെടുകയും സസ്പെൻഷനിലാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സസ്പെൻഷൻ ആയതിനു ശേഷം 6 മാസത്തോളമൊക്കെ സസ്പെൻഷനിലായതിനു ശേഷം വീണ്ടും തിരികെ വരികയും ജോലി പ്രവേശിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ട്യൂഷൻ സെന്ററുകളൊക്കെ ഒരേ അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ ഈ പരീക്ഷയുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചുമതലകളിലേക്ക് വരുന്ന ആളുകളാണോ ഇത്തരത്തിൽ ചോദ്യ പേപ്പർ ചോർത്തി കൊടുക്കാനിടയാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത് എന്ന സംശയവും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ അന്വേഷണത്തെ നേരിടാൻ തയ്യാറാണ് എന്ന ആരോപണ വിധേയമായിട്ടുള്ള MS സൊല്യൂഷനും പറഞ്ഞിരിക്കുകയാണ്. വിഷ്ണു, ഗൂഗിൾ, ഒരുപക്ഷെ നമുക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഈ ഒരു വിഷയം സ്ഥിരീകരിച്ചതാണ്. ഇത്തരത്തിലൊരു ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകുക എന്നത് സംബന്ധിച്ച് തന്നെ ഒരു വളരെ ഗുരുതരമായി തന്നെ വേണം നമ്മൾ നോക്കിക്കാണാൻ. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പോൾ സംശയ നിഴലിലാകുന്ന ഒരു സാഹചര്യം കൂടിയല്ലേ ഉള്ളത്? വിഷ്ണു, അത് തന്നെയാണ്. ഈ സ്വകാര്യ ട്യൂഷൻ കേന്ദ്രങ്ങളിൽ വൻതുകയ്ക്ക് ക്ലാസ് എടുക്കുന്ന സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും വിജിലൻസിന്റെയും ഒക്കെ പരിശോധനയിൽ ഇത്തരത്തിലുള്ള അധ്യാപകരെ കണ്ടെത്തുകയും അവർക്ക് 6 മാസത്തെ സസ്പെൻഷൻ അല്ലെങ്കിൽ 1 വർഷത്തെ ചെറിയ ശിക്ഷയൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ സസ്പെൻഷനിലായിട്ടുള്ള അധ്യാപകർ വീണ്ടും തിരികെ ജോലി പ്രവേശിച്ചതിന് ശേഷം സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലൊക്കെ ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അവരെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ അന്വേഷണമൊക്കെ മുന്നോട്ടേക്ക് പോവുക. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയതായിട്ട് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ രാവിലെ വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. സ്വകാര്യ ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകർക്ക് ചോർച്ചയിൽ പങ്കുണ്ടാകാമെന്ന ഒരു വിശദീകരണം വിദ്യാഭ്യാസ മന്ത്രി നൽകുന്നുണ്ട്. ഏത് രീതിയിലാണ് ചോർച്ച സംഭവിച്ചിട്ടുള്ളത് എന്നും അതിന് ഇടനിന്നത് ആരാണ് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ വിവരം ലഭിക്കണമെങ്കിൽ ഒരുപക്ഷെ അന്വേഷണം കഴിയുന്നതുവരെ കാത്തു നിൽക്കേണ്ടതായിട്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്. അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ സമയത്ത് ചില ആശങ്കകളും സംശയങ്ങളും ഒക്കെ ആയിരുന്നു നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി പങ്കുവച്ചത്. സർക്കാർ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകളിലും സ്വകാര്യ ട്യൂഷൻ സെന്ററുകളിലും ഒരുപോലെ സർക്കാർ ജീവനക്കാർ ജോലിയെടുക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നേരത്തെ നടത്തിയതും ചില അധ്യാപകർക്കെതിരെ നടപടിയെടുത്തതും ഒക്കെയാണ്. പക്ഷേ അങ്ങനെ എടുത്തതിന് ശേഷവും ആളുകൾ വീണ്ടും പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതും കൂടി വിദ്യാഭ്യാസ വകുപ്പ് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോഴായിരിക്കാം ഈ ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചോർത്തുന്നതും അല്ലെങ്കിൽ ചോദ്യ പേപ്പർ ചോർത്തി മറ്റു സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾക്ക് ലഭിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവുന്നതും. ഇല്ലാതാക്കേണ്ട ഒരു ആവശ്യം പ്രധാനമായിട്ടും ഉണ്ട്. ഇപ്പോഴിപ്പോൾ 2 സ്ഥാപനങ്ങൾക്കെതിരെയാണ്
ഈ ഒരു ആരോപണം വന്നിട്ടുള്ളത്. MS സൊല്യൂഷൻ ആണ്. അതിന്റെ CEO എന്ന് പറയുന്നത് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശിയായിട്ടുള്ള ഷുഹൈബാണ്. പിന്നെ എഡു സ്പോട്ട്. ഈ 2 ചാനലുകളാണ് ക്രിസ്മസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ട അവരുടെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷനിൽ തൊട്ട് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് വന്ന ചോദ്യപേപ്പറിൽ 90% ചോദ്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ അറേഞ്ച്ഡ് ഫോമിൽ തന്നെ വന്നിട്ടുള്ളത്. അതിലാണ് ഇപ്പോൾ അന്വേഷണം വന്നിട്ടുള്ളത്. അന്വേഷണം മുന്നോട്ടേക്ക് പോകുമ്പോൾ മാത്രമായിരിക്കും എങ്ങനെയാണ് ഇതിന്റെ ചോർച്ച കൃത്യമായി സംഭവിച്ചത് എന്ന് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ശരി, ഗോകുലാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.